ഉദ്ധാരണക്കുറവ് കേവലം ടെൻഷൻ കൊണ്ടാണെന്നും അത് താനെ മാറിക്കൊള്ളും എന്നും പൊതുവെ ഒരു ധാരണയുണ്ട്. ഈ ധാരണ പൂർണ്ണമായും ശരിയല്ല. പുരുഷന്മാരിൽ ഓരോ പ്രായത്തിൽ ഉദ്ധാരണക്കുറവിനുള്ള കാരണങ്ങൾ വ്യത്യസ്തമാകാം. 30കളിലുള്ള ഒരാളിൻ്റെ ഉദ്ധാരണക്കുറവിൻ്റെ കാരണമല്ല 40കളിലും 50കളിലും പുരുഷനിൽ ഉണ്ടാകുന്നത്. ചെറുപ്പക്കാരിൽ വല്ലപ്പോഴും ഒരിക്കൽ അനുഭവപ്പെടുന്ന ഉദ്ധാരണക്കുറവ് മാനസിക കാരണങ്ങൾ കൊണ്ടാകാനാണ് ഏറെ സാധ്യത. എന്നാൽ പ്രായം കൂടി വരുന്നതിനനുസരിച്ച് മാനസിക കാരണങ്ങളെക്കാളും ശാരീരിക കാരണങ്ങളാകാം. ചിലരിൽ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഒരുമിച്ച് ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ശാരീരിക കാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായും വാസ്കുലാർ അഥവാ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ടതാണ്. രക്തക്കുഴലുകളിൽ അടവുകൾ ഉണ്ടാകുന്നത് ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കും. ചിലരിൽ ലിംഗത്തിലേക്ക് ഒഴുകിയെത്തിയ രക്തം അവിടെ തങ്ങി നിൽക്കാതെ തിരിച്ചിറങ്ങിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. രക്താതിമർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ ഇവയെല്ലാം ഉദ്ധാരണക്കുറവിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്. ഉദ്ധാരണക്കുറവ് പലരിലും വരാനിരിക്കുന്ന ഹൃദ്രോഗത്തിൻ്റെ മുന്നോടിയായി ഉണ്ടാകുന്ന ലക്ഷണമായി കണക്കാക്കാം. പുരുഷ ലിംഗത്തിലേക്കുള്ള രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ബ്ലോക്കുകൾ ഉദ്ധാരണശേഷി കുറയ്ക്കുന്നത് പോലെ ഹൃദയത്തിലേക്കുള്ള അല്പം കൂടി വലിയ രക്തക്കുഴലുകൾ അടയുമ്പോൾ അത് ഹൃദയാഘാതമോ ഹൃദ്രോഗ ലക്ഷണങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഹൃദ്രോഗ ലക്ഷണങ്ങളുള്ള 60% പേർക്കും ഹൃദയാഘാതം ഉണ്ടാകുന്നതിന് 3 മുതൽ 5 വർഷം മുമ്പ് തന്നെ ഉദ്ധാരണക്കുറവും പ്രകടമായി കണ്ടുവരുന്നു. എന്നാൽ എല്ലാ ഉദ്ധാരണക്കുറവും ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാകണമെന്നുമില്ല. ഉദ്ധാരണക്കുറവിനെ ആയുർവേദ ചികിത്സകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഇത്തരം പ്രശ്നങ്ങൾക്ക് ആയുശ്രീയിൽ തയ്യാറാക്കുന്ന കാമേശ്വര വജ്രമോദകൽപ്പം, കാമേശ്വര തീക്ഷ്ണമോദക ചൂർണം, കാമേശ്വര പ്ലസ് വളരെ ഫലപ്രദമാണ്. നായ്ക്കുരുണ വേര് കുറുക്കിയ പാലിൽ എള്ളുപൊടിയും പഞ്ചസാരയും ചേർത്ത് കഴിക്കുന്നത് ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കും.